നിങ്ങൾക്ക് എങ്ങനെ ജർമ്മൻ എക്സാംസ് ഈസി ആയിട്ട് ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കും? അതിനു മുമ്പേ ഞാൻ നിങ്ങൾക്ക് എൻ്റെ A2 സർട്ടിഫിക്കറ്റ് കാണിച്ചു തരാം. നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ മനസ്സിലാകാം A2 ഫെയിൽ ആയിട്ടുള്ള ഒരാളാണ് ഞാൻ. അതിനുശേഷം B1ഉം B2 ലെവലും എൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ഞാൻ ക്ലിയർ ചെയ്തു. എനിക്ക് 10ാം ക്ലാസ്സിൽ ഫുൾ A+, +2 ഫുൾ A+, അങ്ങനത്തെ ഉള്ള ഒരാളെ അല്ല. A2 ലെവൽ തോറ്റതിന് ശേഷം എനിക്ക് മനസ്സിലായ കുറച്ച് കാര്യങ്ങളുണ്ട്. ഈ മനസ്സിലാക്കിയ കാര്യങ്ങളിൽ നിന്ന് മാറ്റം വരുത്തി ഞാൻ പഠിച്ചതിന് ശേഷമാണ് B1ഉം B2ഉം അറ്റംപ്റ്റ് ചെയ്തത്. അതുകൊണ്ടിട്ട് തന്നെ എനിക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ ക്ലിയർ ചെയ്യാനായിട്ട് സാധിച്ചു. ഇത് വലിയ ചേഞ്ചസ് ഒന്നും തന്നെയല്ല, ചെറിയ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന കുറച്ച് കാര്യങ്ങളാണ്. ആ ഒരു കാര്യത്തെ കുറിച്ചിട്ടാണ് ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. ജർമ്മൻ ഫീഡിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ടിപ്പ് നമ്പർ 1, ദ നോർമൽ ബുക്ക് വിൽ നോട്ട് ഹെൽപ്പ്. ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങൾ ജർമ്മൻ ഏത് ലെവലിൽ പഠിക്കുകയാണെന്നുണ്ടെങ്കിലും ആ ഒരു ഫീൽഡിൽ വരുന്ന നോർമൽ കരിക്കുലം ബുക്സ് അതൊരു കാരണവശാലും നിങ്ങളിത് ഫുള്ള് കംപ്ലീറ്റ്, ഒരു പക്ഷേ നിങ്ങൾ വളരെ ഇന്റലിജന്റ് ആണെങ്കിൽ ഓക്കെ, അതല്ല എന്നെ പോലുള്ള ഒരു ആവറേജ് ഒരാളാണെന്നുണ്ടെങ്കിൽ ബുക്ക് വെച്ചിട്ട് നിങ്ങൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ, നോർമൽ ലാംഗ്വേജ് ലേണിംഗ് ബുക്ക് വെച്ചിട്ട് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ ഈസി ആയിട്ട് ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കില്ല. ഇതിന് വേണ്ടത് എക്സാം പ്രിപ്പറേഷൻ ബുക്കാണ്. നിങ്ങൾ ഏത് ഗോയിത്തി ടെൽക്ക് ആണെങ്കിലും OJT ആണെങ്കിലും ഏത് സർട്ടിഫിക്കേഷൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഈ ഒരു സർട്ടിഫിക്കേഷന് വേണ്ടിയിട്ട് ഈ ഒരു എക്സാം പ്രിപ്പറേഷൻ വിത്ത് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ബുക്ക്, ഈ ഒരു ബുക്ക് മേടിച്ചതിന് ശേഷം ഈ ഒരു ബുക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് എക്സാം സേഫായി എന്ന് തോന്നിയതിന് ശേഷം മാത്രം എക്സാം അറ്റൻഡ് ചെയ്യുക. അതല്ലാതെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ ക്ലിയർ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ നോർമൽ സ്റ്റഡി മെറ്റീരിയൽ വെച്ചിട്ട് ഒരു കാരണവശാലും സാധിക്കില്ല. ഒരുപക്ഷെ നിങ്ങൾക്ക് എതിരഭിപ്രായം ഉണ്ടായേക്കാം, ഒരുപക്ഷെ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്തിട്ടുണ്ടാകാം. പക്ഷെ ഞാനിവിടെ പറയുന്നത് ഒരു ആവറേജ് സ്റ്റുഡന്റിന്റെ കാര്യമാണ്. എക്സാം പ്രിപ്പറേഷൻ ബുക്ക് വെച്ച് മാത്രം പ്രിപ്പയർ ചെയ്ത് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്ക്ഔട്ട് ചെയ്ത് മാത്രം എക്സാം എഴുതുക. ടിപ്പ് നമ്പർ 2, ലേൺ ദ വൊക്കാബുലറി ഓഫ് ക്വസ്റ്റ്യൻസ്. ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് ഒരു ലാംഗ്വേജ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഒരുപാട് ലെവലിലുള്ള വൊക്കാബുലറി, ഒരുപാട് ഡിഫറെന്റ് ടോപ്പിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള വൊക്കാബുലറി നിങ്ങൾ കാണാപ്പാഠം പഠിക്കാൻ ശ്രമിക്കും. അത് നല്ലതാണ്. പക്ഷേ ഇവിടെ എല്ലാവരും മറന്നു പോകുന്ന ഒരു കാര്യം, നിങ്ങളൊരു പാരാഗ്രാഫ് വായിച്ചതിന് ശേഷം അതിനെക്കുറിച്ച് ഒരു ആൻസർ ചെയ്യണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കാര്യങ്ങൾ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ മനസ്സിലാക്കണം. അതായത് ഒരു ലേസൺ അല്ലെങ്കിൽ റീഡിംഗ് ഒരു എക്സാമ്പിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പാരാഗ്രാഫ് വായിച്ചു, നിങ്ങൾക്ക് അതെല്ലാം പ്രോപ്പറായിട്ട് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലായി എന്ന് വിചാരിക്കുക. അതിനുശേഷം നിങ്ങൾ ക്വസ്റ്റ്യൻസിലേക്ക് പോകുമ്പോൾ നമ്മൾ വിട്ടുപോകുന്ന ഒരു കാര്യമാണ് ക്വസ്റ്റ്യൻസിന്റെ വൊക്കാബുലറി. ഈ എക്സാമിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് നിങ്ങളെ തോൽപ്പിക്കുക എന്നുള്ളതാണ്. അത് വെച്ചിട്ട് നോക്കുമ്പോൾ നിങ്ങൾ ഈ വൊക്കാബുലറി, ക്വസ്റ്റ്യൻസിന്റെ വൊക്കാബുലറി എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്, ക്വസ്റ്റ്യൻസിൽ യൂഷ്വലി കണ്ടുവരുന്ന രീതിയിലുള്ള വേർബുകൾ, ക്വസ്റ്റ്യൻസുകൾ അല്ലെങ്കിൽ അർത്ഥങ്ങൾ, ആ ഒരു കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടിട്ട് നിങ്ങൾ വൊക്കാബുലറി ഡെവലപ്പ് ചെയ്യുക. അതായത് ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ബുക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ക്വസ്റ്റ്യൻസ് ചോദിച്ചിരിക്കുന്ന രീതി കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അർത്ഥത്തിൽ പലതരത്തിലുള്ള വേർഡ്സുകൾ യൂസ് ചെയ്തുകൊണ്ടായിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ ആ ക്വസ്റ്റ്യൻസിന്റെ വൊക്കാബുലറി മാക്സിമം പഠിച്ചു നോക്കുക. നിങ്ങൾക്ക് എന്തൊക്കെ പാരാഗ്രാഫ് വെച്ച് മനസ്സിലായിട്ടുണ്ടെങ്കിലും ക്വസ്റ്റ്യൻ മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തുമാത്രം അറിയാം എന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ടിട്ട് ക്വസ്റ്റ്യൻസിന്റെ വൊക്കാബുലറിയാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തത്. ടിപ്പ് നമ്പർ 3, do 1 model question paper per day and do the revision. അതായത് നിങ്ങൾ ഒരു ദിവസം പഠിക്കുവാൻ വേണ്ടി പോകുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങും എത്താതെ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കുക എന്നുള്ളത് വളരെ വലിയൊരു സംഭവമാണ്. അപ്പോൾ അതുകൊണ്ടിട്ട് തന്നെ എവിടെ തുടങ്ങണം, എങ്ങനെ തീരണം എന്നുള്ളതൊക്കെ മാറ്റി വെച്ചതിന് ശേഷം ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ 4 മോഡ്യൂൾസും, അതായത് റീഡിംഗ്, റൈറ്റിംഗ്, ലിസണിങ്, സ്പീക്കിംഗ്, ഇതെല്ലാം ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ എക്സാമ്പിൾ ചെയ്യുന്നത് പോലെ തന്നെ അറ്റംപ്റ്റ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് മാർക്സ് നോക്കി പാസ്സായോ ഇല്ലയോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം. പക്ഷേ പാസ്സായിട്ടുണ്ടെങ്കിലും, ജസ്റ്റ് ബേസിക് ആയിട്ട് പാസ്സായിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങൾ അവിടെ വെച്ച് നിർത്താതെ ആ ഒരു എക്സാം പേപ്പർ അറ്റംപ്റ്റ് ചെയ്തതിന് ശേഷം ഒരു ബ്രേക്ക് എടുത്തതിന് ശേഷം റിവിഷൻ ചെയ്യുക. അതായത് നിങ്ങൾക്ക് ശരി ഉത്തരമാണ് ഇത്, ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ്റെ ശരി ഉത്തരം നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ പോലും എന്തുകൊണ്ട് നിങ്ങൾ ഇത് ശരി ഉത്തരമാക്കി, അതായത് നിങ്ങൾ ഉദ്ദേശിച്ച കാരണം കൊണ്ടിട്ട് തന്നെയാണോ ഇത് ശരിയായത്, അതല്ലാന്നുണ്ടെങ്കിൽ തെറ്റായിട്ടുള്ള ആൻസറിലാണെങ്കിൽ പോലും എന്തുകൊണ്ട് തെറ്റി, എന്തുകൊണ്ടാണ്, ആ ഒരു റീസൺ കണ്ടുപിടിക്കുക. ചിലപ്പോൾ ഒരു വേർഡിന്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാകാതിരുന്നത് കൊണ്ടായിരിക്കാം, ചിലപ്പോൾ ക്വസ്റ്റ്യന്റെ അർത്ഥം മനസ്സിലാകാതിരിക്കുന്നത് കൊണ്ടായിരിക്കാം, ചിലപ്പോൾ പുതിയ കോൺസെപ്റ്റുകൾ, ഫോർ എക്സാമ്പിൾ വെജിറ്റേറിയൻ വേഗൻ ഡിഫറൻസ്, ഇതൊരു എക്സാമിന് വന്നൊരു കാര്യമാണ്. വെജിറ്റേറിയന്റെയും വേഗന്റെയും ഡിഫറൻസ് ഈ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു വെജിറ്റേറിയന്റെ വ്യത്യാസം എന്താണ്, വേഗൻ എന്നുള്ളൊരു വ്യത്യാസം എന്താണെന്ന് അറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് ഈ ആൻസർ ഒരിക്കലും കറക്റ്റായിട്ട് ചെയ്യാനായിട്ട് പറ്റില്ല. ഒരു പക്ഷേ നിങ്ങൾക്ക് കോണ്ടെക്സ്റ്റ് മനസ്സിലായിട്ടുണ്ടെങ്കിൽ പോലും. അതുകൊണ്ടിട്ട് തന്നെ എന്തുകൊണ്ട് ശരിയായി, എന്തുകൊണ്ട് തെറ്റുത്തരമായി, എന്താണ് ആ റീസൺ എന്ന് കണ്ടുപിടിക്കുക. എക്സാം പ്രിപ്പറേഷൻ എന്നുള്ള ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്നതിന് ശേഷം ഒരു ദിവസം ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുക, എന്നിട്ട് ഒരു റിവിഷനും ചെയ്യുക. ഏകദേശം ഈ ഒരു
രണ്ട് സംഭവം ഏകദേശം ഒരു 4 മണിക്കൂർ എടുക്കുന്ന പ്രോസസ്സാണ്. അതായത് 4 മണിക്കൂറോളം റിയൽ എക്സാം, അത് കൂടാതെ തന്നെ ഈ ഒരു റിവിഷനും ഒരു 4 മണിക്കൂർ, അതായത് ഒരു ദിവസം 8 മണിക്കൂർ വരുന്ന ഒരു ഇന്റൻസീവ് പ്രോസസ്സാണത്. ഇങ്ങനെ പ്രിപ്പയർ ചെയ്യുക. ടിപ്പ് നമ്പർ 4, എക്സാം ഡേറ്റ്സ് ഓൺലി ആഫ്റ്റർ 12 സക്സസ്ഫുൾ എക്സാംസ് ഫ്രം 15. ഞാൻ ഉദ്ദേശിച്ചത് ഗോയിത്തെ ഒരു ബുക്ക് ഇറക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ 15 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൻ്റെ ഒരു ഇതായിരുന്നു. അപ്പോൾ ഞാൻ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ 12 ഞാൻ റിയൽ ക്വസ്റ്റ്യൻ ബുക്സിൽ ഒന്നും മാർക്ക് ചെയ്യില്ല. ഇതിൽ എന്ന് 12 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഞാൻ സക്സസ്ഫുൾ ആയിട്ട് പാസ്സാവുന്നു അന്ന് മാത്രമേ എക്സാം ഡേറ്റ് എടുക്കൂ എന്നുള്ളൊരു വാശി എനിക്കുണ്ടായിരുന്നു. ഞാൻ 15 ക്വസ്റ്റ്യൻ പേപ്പർ തീർത്തത് 15 ദിവസം കൊണ്ടിട്ടാണ്. ആ ഒരു എക്സാമിന് വേണ്ടി മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തതുകൊണ്ട് ഞാൻ ആലോചിച്ചു 15 ദിവസം എനിക്ക് സാക്രിഫൈസ് ചെയ്യാൻ സാധിച്ചാൽ അതിന്റെ ബെനിഫിറ്റ് എനിക്കുണ്ടാവും. അതുകൊണ്ടിട്ട് തന്നെ 15 ദിവസം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ടിപ്പ് പോലെ ഒരു ദിവസം ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യും, അതിന്റെ റിവിഷനും ചെയ്തു. വെറും 15 ദിവസം. ഈ ഒരു സംഭവത്തിലും മനസ്സിലാക്കിയതിന് ശേഷം മാത്രമാണ് ഞാനും എക്സാം ഡേറ്റ് എടുത്തത്. ഇതിൽ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 12 ക്വസ്റ്റ്യൻസ് സക്സസ്ഫുൾ ആയിട്ട് 12 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പാസ്സാകാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ എക്സാം ഡേറ്റ് എടുക്കുക. അല്ലാതെ നിങ്ങളുടെ ടൈം, പൈസ ഇതെല്ലാം ഒന്നും വേസ്റ്റ് ചെയ്യരുത്. ടിപ്പ് നമ്പർ 5, ഇതാണ് എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലേണിംഗ് ടിപ്പ്. റിയൽ ലൈഫ് എക്സാം സിമുലേഷൻ. അതായത് നിങ്ങളൊരു ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യാൻ നേരത്ത് വീട്ടിൽ നിന്നുള്ള കംഫർട്ടിൽ ചെയ്യുന്നതിന് പകരം നിങ്ങൾ ഇതൊരു റിയൽ എക്സാം ആണെന്ന് കണക്കാക്കുക. അതായത് ഫോണെല്ലാം മാറ്റി വെക്കുക, എല്ലാ ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള കാര്യങ്ങളും ഒഴിവാക്കി വെക്കുക. നിങ്ങൾ ഫ്രീ ആയിട്ട് റൂമിൽ വന്നിരിക്കുക, വേണ്ട കുടിക്കാനായിട്ടുള്ള വെള്ളം, കാര്യങ്ങൾ ഇതെല്ലാം കൊണ്ടൊന്ന് ഇങ്ങനെ വെച്ചിട്ട് എക്സാം സ്റ്റാർട്ട് ചെയ്യുക. റീഡിങ്ങിന് എനിക്ക് തോന്നുന്നു ഗോയിത്തയിൽ ഇപ്പോൾ 1 മണിക്കൂറിന്റെ ഒരു ടാസ്ക് ആണെന്നാണ് തോന്നുന്നത്. കറക്റ്റ് ഈ 1 മണിക്കൂർ എടുത്തതിന് ശേഷം ടൈം മാനേജ്മെന്റ് പഠിക്കുക. ഈ ഒരു 5 ക്വസ്റ്റ്യൻ ടൈൽ ഉണ്ടെന്നുണ്ടെങ്കിൽ, 5 ആക്ടിവിറ്റീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ എങ്ങനെ നിങ്ങളുടെ സ്ട്രെങ്ത് എവിടെയൊക്കെയാണ് നിങ്ങൾക്ക് കുറച്ച് സമയം വേണ്ടത്, എവിടെയൊക്കെയാണ് നിങ്ങൾക്ക് കൂടുതൽ സമയം വേണ്ടത്, എവിടെയാണ് നിങ്ങളുടെ വീക്ക്നെസ്, അത് ഏറ്റവും ലാസ്റ്റ് വെക്കുക ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ടൈലിലെ ആക്ടിവിറ്റിയിൽ. എന്നിട്ട് നിങ്ങളുടെ സ്ട്രെങ്ത് അനുസരിച്ച് ഫ്രം സ്ട്രെങ്ത് ടു യുവർ വീക്ക്നെസ് ഈ ഒരു രീതിയിൽ നിങ്ങൾ വർക്ക് ചെയ്യുക. ഇതിലൂടെ നിങ്ങൾക്ക് ടൈം മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും. ലേസൺ കഴിഞ്ഞതിന് ശേഷം റിയൽ ലൈഫ് എക്സാമിലുള്ള പോലെ തന്നെ വളരെ 5 മിനിറ്റിന്റെ ബ്രേക്കിൽ ഹോറൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ ലിസണിങ് തുടങ്ങുന്നതാണ് ഗോയിത്തെ എക്സാമിൽ. ഇതിനു വേണ്ടിയും നിങ്ങൾ ഈ ഒരു ലേസൺ അല്ലെങ്കിൽ റീഡിംഗ് ആക്ടിവിറ്റി കഴിഞ്ഞതിന് ശേഷം മെന്റലി പ്രിപ്പയർ ചെയ്യുക. ഞാൻ വീണ്ടും പറയുന്നത്, ഇതിനിടയിൽ ഫോൺ നോക്കാതെ, മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കാതെ, റൂമിൽ പുറത്തിറങ്ങി നടക്കാതെ അവിടെ തന്നെ ഇരിക്കുക. എനിക്കൊന്ന് റിയൽ ലൈഫ് എക്സാംസിലും അങ്ങനെ തന്നെ ആയിരിക്കും. അവിടെ വെയിറ്റ് ചെയ്യുക, നിങ്ങൾ മെന്റലി പ്രിപ്പയർ ചെയ്യുക. ഹോറന് വേണ്ടത് കോൺസെൻട്രേഷൻ ആണ്. ഹൈ ലെവൽ കോൺസെൻട്രേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് സാധിക്കുകയുള്ളൂ. പിന്നെ ഡൗട്ടുകൾ ഒഴിവാക്കുക. നിങ്ങൾ കേട്ടതിന് ഡബിൾ മീനിങ് നിങ്ങളുടെ മൈൻഡ് ആ ഒരു സമയത്ത് ഒരു ഗെയിം നടത്തും. നിങ്ങൾ നിങ്ങളിൽ തന്നെ വിശ്വാസം അർപ്പിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ ടിപ്പിലുള്ള പോലെ തന്നെ ഒരു 15 ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവൽ ഓഫ് കോൺഫിഡൻസ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഹോറൻ ഒരു ട്രിക്കി ഗെയിമാണ്. കോൺഫിഡൻസ് ലെവൽ ഹൈ ലെവലിൽ തന്നെ വെക്കുക. ഇതെല്ലാം റിയൽ ലൈഫിന്റെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ചെറിയ ബ്രേക്കുകൾ. റിയൽ ലൈഫിൽ എന്താണോ എക്സാമിൽ എങ്ങനെയൊക്കെയാണോ ബ്രേക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത് അതേപോലെ തന്നെ നിങ്ങൾ ചെയ്യുക. അതിനുശേഷം വരുന്ന ടൈല് റൈറ്റിംഗ് ആയിരിക്കും. ഈ ലേസൺ ഹോറൻ നിങ്ങൾ റിയൽ ലൈഫ് എക്സാമിൽ ചെയ്യുന്ന പോലെ തന്നെ വീട്ടിൽ നിന്ന് ചെയ്തതിനു ശേഷം വീണ്ടും ആ ഒരു 5 മിനിറ്റിന്റെ ബ്രേക്ക് റൈറ്റിംഗിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. ആ ഒരു റിയൽ ലൈഫിൽ നിങ്ങൾ ചെയ്തു നോക്കുക. വീട്ടിലിരുന്നാണെങ്കിൽ പോലും എല്ലാവരോടും പറയുക, ഞാനിപ്പോൾ പരീക്ഷയുടെ അറ്റൻഡ് ചെയ്യുകയാണ്, പിന്നെ ആ ശല്യങ്ങളൊന്നും ചെയ്യാതെ ഇങ്ങനെ എല്ലാവരും വീട്ടിലുള്ള ആൾക്കാരോടും പറയുക, ഇപ്പോൾ വീട്ടിൽ നിന്നാണ് പഠിക്കുന്നുണ്ടെങ്കിൽ എന്നിപ്പോൾ ഡിസ്റ്റർബ് ചെയ്ത് ഞാൻ എക്സാം ചെയ്യുകയാണെന്നുള്ള രീതിയിൽ സീരിയസ് ആയിട്ട് എടുക്കുക. അപ്പോൾ ഈ ഒരു പ്രോസസ്സ്, റിയൽ ലൈഫ് എക്സാം സിമുലേഷൻ പ്രോസസ്സ് നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം എന്തിനാണ് ഇതിന്റെ ആവശ്യം, വീട്ടിലിരിക്കുമ്പോൾ കംഫർട്ടബിൾ ആയിട്ട് ചെയ്തുകൂടെ എന്നുള്ളത്. നിങ്ങളുടെ ബോഡി ആൻഡ് മൈൻഡ് ഈ ഒരു സംഭവം റിയൽ ലൈഫ് എക്സാമിന്റെ സമയത്ത് നിങ്ങൾ ട്രെയിൻ ചെയ്യുകയാണ്. ഈ ഒരു ഇന്റൻസ് പ്രോസസ്സിലൂടെ നിങ്ങൾക്ക് എങ്ങനെ നിങ്ങളുടെ കോൺഫിഡൻസും കാംനെസ്സും ആ ഒരു സമയത്ത് കീപ്പ് ചെയ്യാം. ഞാൻ പറയുന്നത് എന്തുമാത്രം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷേ റിയൽ ലൈഫ് എക്സാംസ് സെയിം സംഭവം നിങ്ങൾ ഫ്രീ ആയിട്ട് വീട്ടിലിരുന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾക്ക് എക്സാം ഹാളിൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മിസ്റ്റേക്കുകളുടെ എണ്ണം കുറയും. നിങ്ങളുടെ ഡൗട്ടുകൾ, അതായത് നമ്മൾക്ക് ഈ കുറെ കാര്യങ്ങൾ കേട്ട് കഴിയുമ്പോൾ ഡബിൾ മീനിങ് വരാൻ തുടങ്ങും, അല്ലെങ്കിൽ കൺഫ്യൂഷൻ വരാൻ തുടങ്ങും, അല്ലെങ്കിൽ ഈ വേർഡിന്റെ അർത്ഥം അതായിരുന്നു അല്ലെങ്കിൽ മറ്റേതായിരുന്നു, ഇതെല്ലാം വന്നു തുടങ്ങും. ഇതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് റിയൽ ലൈഫ് എക്സാം സിമുലേഷൻ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. ഈ പറഞ്ഞ എല്ലാ ടിപ്പുകളും ഞാൻ എൻ്റെ റിയൽ ലൈഫിൽ ഏറ്റവും തോറ്റതിന് ശേഷം ഞാൻ വരുത്തിയ മാറ്റങ്ങളാണ്. ഇത് എനിക്ക് വളരെ എഫക്റ്റീവായിട്ട് തോന്നി. എനിക്ക് മറ്റുള്ളവരെ എങ്ങനെ പഠിക്കണമെന്ന് പറയുന്നത് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുള്ളത് എൻ്റെ സിസ്റ്ററിനാണ്. സിസ്റ്ററിന് ഞാൻ ഇതേപോലെ കാര്യങ്ങൾ ഈ ഒരു ട്രൈ ചെയ്ത് നോക്കുമെന്ന് പറഞ്ഞു കൊടുത്തു. സിസ്റ്റർ എന്നെക്കാളും കുറച്ചുകൂടി പഠിക്കുന്ന ഒരാളാണ്. ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ A1 തൊട്ടിട്ട് B1 ഒരു എക്സാം പോലും ഞാൻ അറ്റംപ്റ്റ് ചെയ്യിപ്പിച്ചിരുന്നു. സിസ്റ്ററിനെ ഡയറക്റ്റ് B2 അറ്റംപ്റ്റ് ചെയ്യിപ്പിച്ചു. ഇതേപോലെ പ്രിപ്പയർ ചെയ്യിപ്പിച്ചു. ഫസ്റ്റ് അറ്റംപ്റ്റിൽ ക്ലിയർ ആകാൻ സാധിച്ചു. അപ്പോൾ എൻ്റെ ഈ മെത്തേഡ് എല്ലാം എഫക്റ്റീവ് ആണെന്ന് എനിക്കൊരു പ്രൂഫ് കിട്ടിയത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇന്ന് ഈ ഒരു മെത്തേഡ് അല്ലെങ്കിൽ എങ്ങനെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ പാസ്സാകാം, ഈസിയായിട്ട് പഠിക്കാം എന്നുള്ളത് ഷെയർ ചെയ്യുന്നത്. അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് ഇത് നല്ലതാണോ അല്ലെങ്കിൽ എഫക്റ്റീവ് ആണോ അല്ല എന്നുള്ളത്. ഞാൻ എൻ്റെ ഒരു ചേഞ്ചസ് മാത്രമാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു.
വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.